ആക്ഷൻ. ഇംഗ്ലീഷ് വിത്ത് എസ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കൊന്ന് 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ആ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. ഡു ദേ ബ്രിങ് സ്വീറ്റ്സ്? ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്? ഡിഡ് ദ മദർ ഗിവ് മീ എ പെൻ? ഇവിടെ ഒരു ടൈറ്റിലൂടെ തന്നിട്ടുണ്ട് ചേഞ്ച് ദ വോയിസ്. ആരുടെ വോയിസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്? വെർബിന്റെ വോയിസ് ആണ്. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം നിങ്ങൾ പങ്കെടുക്കുന്ന ഏതെങ്കിലും കോമ്പറ്റിറ്റീവ് എക്സാമിനുകളിൽ വരും. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാൻ മതിയോ? വരും. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത് ഏതിലാണ്? ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബിലാണ്. ഓക്സിലറി വെർബിൽ ഈ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഇതിന്റെ ആൻസർ എഴുതുമ്പോഴും ഓക്സിലറി വെർബ് തന്നെ വരണം. ഏത് ഓക്സിലറി വെർബ് ആയിരിക്കണം വരും. അതിനെ മനസ്സിലാക്കേണ്ടത് ഡു, ഡസ്, ഡിഡ് ഇവയിൽ ചോദ്യം ആരംഭിക്കുമ്പോൾ അത് വോയിസ് ചേഞ്ച് ചെയ്യുന്ന അവസരത്തില് ആം, ഈസ്, ആർ, വാസ്, വെയർ എന്നിങ്ങനെയുള്ള ഓക്സിലറികളിലായിരിക്കണം ഇത്തരം ചോദ്യങ്ങളുടെ ആൻസർ തുടങ്ങേണ്ടത്. ഓർക്കുമല്ലോ. അപ്പോൾ ഡു, ഡസ് ആണ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ഓക്സിലറി വെർബിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ എങ്കിൽ അവിടെ വരേണ്ടത് ആം, ഈസ്, ആർ. ഇത് പ്രസന്റുകളാണ്. ഡു, ഡസ്. അതുകൊണ്ട് ആം, ഈസ്, ആറിൽ തുടങ്ങണം. ഡിഡ് വരുമ്പോൾ വാസ്, വെയറിൽ തുടങ്ങണം. ഇതെങ്ങനെ ചെയ്യാമെന്ന് ഒന്ന് നോക്കാം. ഒരു എളുപ്പ വഴി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പ വഴി ഡു ദേ ബ്രിങ് സ്വീറ്റ്സ്. ഇത് നമുക്കൊരു സാധാരണ സെന്റൻസ് ആക്കാം. ഈ ഡു എന്ന് പറയുന്ന ഓക്സിലറി ഈ വെർബിനോട് ചേർക്കാൻ. ഇവിടുത്തെ വെർബ് ഏതാ? ബ്രിങ് ആണ്. ഇവിടുത്തെ വെർബ് ഏതാ? ബ്രിങ്. പറയൂ, എന്താണ്? ബ്രിങ് ആണ് ഇവിടുത്തെ വെർബ്. ഈ ബ്രിങ് എന്ന വെർബിന് ഡു ചേർന്നാൽ എന്ത് കിട്ടും? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഡു പ്ലസ് ബ്രിങ് എന്തായിരിക്കും? അത് എന്തായിരിക്കും? ബ്രിങ് തന്നെ. ഡു പ്ലസ് ബ്രിങ് എന്ത് തന്നെ? ബ്രിങ് തന്നെ. അപ്പൊ ഇവിടെ ഡു ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. ദേ ബ്രിങ് സ്വീറ്റ്സ് എന്നായി. അപ്പൊ ഒരു സാധാരണ സെന്റൻസ്. വോയിസ് എഴുതുന്ന അവസരത്തിൽ നമുക്ക് ആദ്യം ഉപയോഗിക്കേണ്ടത് ഓബ്ജക്റ്റ് ആണ്. ഇവിടുത്തെ ഓബ്ജക്റ്റ് ഏതാ? ബ്രിങ്ങിനോട് ചോദിക്കുമ്പോൾ, ബ്രിങ് എന്ന വെർബാ, ഈ വെർബിനോട് ചോദിക്കുമ്പോൾ അത് പറയുന്നതാണ്. അതെന്ത് പറയുന്നുവോ അതാണ് ഇവിടുത്തെ ഓബ്ജക്റ്റ്. ബ്രിങ്ങിന്റെ അർത്ഥം എന്താ? കൊണ്ടുവരിക. എന്താണ് കൊണ്ടുവരുന്നത്? സ്വീറ്റ്സ്. ഇതാണ് ഓബ്ജക്റ്റ്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ സ്വീറ്റ്സ് എന്നാണ് അതിന്റെ ആൻസർ. സാധാരണ സെന്റൻസ്